സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന മലയാള സിനിമകളെല്ലാം പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ച ചരിത്രമേയുള്ളൂ. അതുപോലെ തന്നെയാണ് വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷവും. രണ്ട് കൂട്ടുകാരുടെ ഹൃദയത്തിൽ തട്ടുന്ന കഥ ഒരല്പം നന്മയിൽ ചാലിച്ച് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷത്തിലൂടെ പറയുകയാണ്. ഫീൽ ഗുഡ് സിനിമകളിൽ വിനീതിന്റെ മറ്റൊരു മാജിക് എന്ന് തന്നെ പറയാം ഇതിനെ. വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ രസകരമായ ഒരു സംഗതി ഈ ചിത്രത്തിലുണ്ട്. ഈ സിനിമ പൂർണ്ണമായും മുതലായത് നിവിൻ പോളിക്കാണ്. സോഷ്യൽ മീഡിയയിൽ ഇതുവരെ കേട്ട വിമർശനങ്ങൾക്കെല്ലാം മുഖമടച്ച് തിരിച്ചു കൊടുക്കാനുള്ള അവസരം നിവിൻ പോളിക്ക് വിനീത് കൊടുത്തിട്ടുണ്ട്. ആദ്യ അവസാനം ഓരോ സീനിലും എനർജി പാക്ഡ് ആണ്. കൾട്ട് എന്നെഴുതിയ കോട്ടിട്ട് സ്ക്രീനിലേക്ക് കയറി വരുന്ന നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടം തിയേറ്ററിനെ ഇളക്കി മറിക്കുന്നുണ്ട്. ചുമ്മാ വന്നു കയറി ആന കരിമ്പിൻകാട്ടിൽ കയറിയതുപോലെ ഗംഭീര ആറാട്ട് നടത്തി പ്രേക്ഷകരെ ഇളക്കി മറിച്ച് കയ്യടി വാങ്ങി പോവുകയാണ് നിവിൻ പോളി. ചുരുക്കി പറഞ്ഞാൽ ഒന്നൊന്നര തിരിച്ചുവരവ്. ഫീൽ ഗുഡ് സിനിമകളെ പൊതുവെ ക്രഞ്ചാണെന്നോ പൈങ്കിളിയാണെന്നോ വിശേഷിപ്പിക്കുന്നവരുണ്ട് നമുക്കിടയിൽ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു പരിധിവരെ ഇതിനെയെല്ലാം മറികടക്കുന്നുണ്ട്, വിജയിക്കുന്നുമുണ്ട്. കൂത്തുപറമ്പിലെ ഒരു ഗ്രാമത്തിൽ നാടകം എഴുത്തുകാരനായ യുവാവായ വേണുവും അവിടെ ഒരു മാളികയിൽ മെഹഫിൽ പാടാനെത്തിയ മുരളി എന്ന സംഗീതജ്ഞനും തമ്മിൽ ഉടലെടുക്കുന്ന സൗഹൃദത്തിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. നാട്ടിൻപുറത്തെ സൗഹൃദവും പ്രണയവും ഒക്കെ പറഞ്ഞു തുടങ്ങുന്ന സിനിമ പതിയെ ഗിയർ മാറ്റി മദിരാശിയിലെ സ്വാമീസ് ലോഡ്ജിലേക്ക് പോവുകയാണ്. സിനിമയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ സുഹൃത്തുക്കൾ ഒരുമിച്ച് തീവണ്ടി കയറുകയാണ്. ഒരാൾ തിരക്കഥാകൃത്തും സംവിധായകനുമാകാൻ ശ്രമിക്കുന്നു, മറ്റേയാൾ സംഗീത സംവിധായകനാകാൻ ശ്രമിക്കുന്നു. ഇരുവരുടെയും വളർച്ചയും തളർച്ചയും പിണക്കവും ഒക്കെയായി ആദ്യ പകുതി തീരുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടത്ര കഥ ആദ്യ പകുതിയിൽ തന്നെ വിനീത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കവിത പോലെയാണ് ആദ്യ പകുതി എന്നൊക്കെ വിശേഷിപ്പിക്കാം. എന്നാൽ രണ്ടാം പകുതിയിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയിലേക്ക് വരുന്നതോടെ സിനിമയുടെ സ്വഭാവം മാറുന്നു. ആദ്യ പകുതിയിലെ കൾട്ട് ക്ലാസിക് കഥ പറച്ചിലിൽ വിനീത് അടപടലം മാറ്റം വരുത്തുന്നു. പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് കഥ പറയുകയാണ് പിന്നീട് അങ്ങോട്ട്. നിവിൻ പോളിയും ബേസിൽ ജോസഫും നീരജ് മാധവും അജു വർഗീസും ഒക്കെ ചേർന്ന് പവർ പാക്ഡ് ആയ രണ്ടാം പകുതി കാണികൾക്ക് പൂർണ്ണ തൃപ്തി നൽകും എന്നതിൽ സംശയമില്ല. ധ്യാൻ ശ്രീനിവാസൻ, പ്രണവ് കൂട്ടുകെട്ടാണ് ചിത്രത്തിന്റെ നട്ടെല്ല്. ഇന്റർവ്യൂകളിൽ അഴിഞ്ഞാടുന്ന ധ്യാനിനെ മൂക്കുകയറിട്ട് നിയന്ത്രിച്ച് പക്വതയോടെ അഭിനയിപ്പിക്കുന്ന വിനീത് ശ്രീനിവാസനെ നമുക്ക് കാണാൻ കഴിയും. ഒരു സിനിമ കഴിഞ്ഞാൽ ഉടനെ ഹിമാലയം കയറാൻ പോകുന്ന പ്രണവിനെയും വിനീത് രസകരമായി തന്നെ ഈ സിനിമയ്ക്കുള്ളിൽ പിടിച്ചു കിട്ടുന്നുണ്ട്. മോഹൻലാലും ശ്രീനിവാസനും ഒന്നിച്ച ഉദയനാണ് താരം സിനിമ പോലെ ഈ തലമുറയുടെ സംഘമാണ് വർഷങ്ങൾക്ക് ശേഷമെന്നും തോന്നിപ്പോകും. അതിമനോഹരമാണ് ചിത്രത്തിലെ പാട്ടുകൾ. മധുപകുരു നീ താരകെ ഇതിനകം ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജ്ഞാപകം എന്ന തമിഴ് ട്രാക്ക് സിനിമയുടെ ആകെ മൂഡ് സൃഷ്ടിക്കുന്നതിൽ വൻ വിജയമാണ് കൈവരിച്ചിരിക്കുന്നത്. സിനിമ കണ്ട് തിയേറ്റർ വിട്ടാലും ജ്ഞാപകം മനസ്സിൽ അലയടിക്കും. ഒരു സംഗീത സംവിധായകന്റെ കഥ പറയുമ്പോൾ ആ കഥാപാത്രത്തിനായി മികച്ച സംഗീതം ഒരുക്കുകയെന്ന വെല്ലുവിളി പുതുമുഖ സംഗീത സംവിധായകനായ അമിത് രാംനാഥ് ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നുണ്ട്. 70കളിലെയും 80കളിലെയും മദിരാശിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. അന്നത്തെ മദിരാശിയും കൂത്തുപറമ്പും ഒക്കെ പുനഃസൃഷ്ടിച്ച കലാസംവിധാന മികവും ശ്രദ്ധേയമാണ്. ക്യാമറ ചെയ്ത വിശ്വജിത്ത് ഒടുക്കത്തിലും എഡിറ്റർ രഞ്ജൻ എബ്രഹാമും ആത്മാർത്ഥമായി തന്നെ പണിയെടുത്തിട്ടുണ്ട്. പഴയകാല സൂപ്പർ താരമായി എത്തുന്ന ഷാൻ റഹ്മാന്റെ മേക്ക് ഓവർ ഗംഭീരമാണ്. ഷാൻ റഹ്മാൻ ആദ്യമായാണ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നതെന്ന് തോന്നുകയില്ല. കല്യാണിയും നീതാ പിള്ളയും അടക്കമുള്ള നായികമാർ തങ്ങളുടെ ഭാഗം ഭംഗിയായി അവതരിപ്പിച്ചിട്ടുമുണ്ട്. കഥ പറച്ചിലിൽ അവിടെ ഇവിടെ കുറച്ച് ഓവറായോ എന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ സംശയം തോന്നിയേക്കാം. സിനിമാക്കാരുടെ പഴയകാല കഥകളും നിവിന്റെ വിമർശന ഡയലോഗുകളും അടക്കം ചിലയിടത്ത് ക്രിഞ്ചടിപ്പിച്ചേക്കാം. പക്ഷേ അതിനെല്ലാം അപ്പുറം വേനൽ അവധിക്കാലത്ത് കുടുംബങ്ങൾക്ക് തിയേറ്ററിൽ പോയിരുന്ന് പൊട്ടിച്ചിരിച്ച് കാണാനാവുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് നിസ്സംശയം പറയാം.